അടിപൊളി ഇടുക്കാച്ചി ഡാൻസ്. അയ്യോ ഡാൻസ് അല്ല, പിന്നെ ആശാ പറഞ്ഞിട്ടില്ല എന്നും രാവിലെ എണീറ്റ് വടം വലിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തത് നമ്മള്. അതിനിങ്ങനെ വെറുതെ ആക്കിയാ പോരാ. ഈ തറ കിടക്കുന്ന വടം എടുത്ത് കൈവെള്ളയിലോട്ട് വെച്ച് ഇങ്ങനെ വലിക്കണം. അയ്യോ വടം എടുക്കാൻ പറ്റില്ല, കൈവേദനിക്കും. അന്നേടാ മുന്നേ മോനെ ആശാ മാമത്തൊന്ന് ഉറക്കട്ടെ. വട തൊട്ട് പോകരുത്. വടത്തിൽ തൊടാത്തവന് വടയിൽ തൊടാൻ അവകാശമില്ല. തൊട്ട് വട ഓടാ വട ഓടാ ഇവിടെ. എവിടെ വട? ഓ വട തിന്നാൻ വേണ്ടി വയറും പായോട്ട് രണ്ടെണ്ണം പോലും. പിടി. എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. 125 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഇതിനൊരു 65 വർഷം പഴക്കേ വരുള്ളൂ. 125. ആശാൻ ചുമ്മാ കള്ളം പറയല്ലേ. പകുതി ആദ്യം വന്നിട്ട് പകുതി 65 വർഷം കഴിഞ്ഞ് വന്ന് ചേരുന്ന സാധനമല്ല. ഇത് ജനിക്കുമ്പോഴേ കൂടെ വരുന്നതാണ്. ഏത് ഇത്? എടാ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കിടക്കുന്ന വടത്തിന് 125 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പഴയ കയറുന്ന ഈ കിടക്കണ ആരെന്നറിയാവൂടാ? എന്റെ അച്ഛനാടാ. അച്ഛായി എന്റെ തൊഴിൽ ദാതാവാടാ, അന്നദാതാവാടാ ഇത്. അവൻ വെറുതെ മണ്ടത്തനം പറഞ്ഞത്. പണ്ഡിതൻ നിൽക്കുന്ന നിപ്പ് കണ്ടോ? പണ്ഡിതനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെങ്ങന്നൂര് വടംവലി കഴിഞ്ഞിട്ട് കാശും മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എവിടെയായിരുന്നു? അത് ആശ ഇന്നെങ്കിലും ചോദിച്ചല്ലോ എന്റെ അടുത്ത്. ഞാൻ പൈസ മാറ്റോട് ജംഗ്ഷനിൽ വന്നു നിന്നപ്പോ വീട്ടിലോട്ട് പോവാനുള്ള ലാസ്റ്റ് ബസ് പോയി. അവസാനം എങ്ങനെ വീട്ടിൽ പോകുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നപ്പോ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു. അതിനൊരു SI ചാടി ഇറങ്ങി എന്റെ അടുത്തൊരു ചോദ്യം, എവിടെ പോയിരുന്നാന്ന്. ഞാൻ പറഞ്ഞു വലിക്കാൻ പോയെന്ന്. അങ്ങേറിന്റെ കവാലം നോക്കി ഒറ്റയാടി. പിന്നെ കണ്ണൂർ നോക്കുമ്പോഴേ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനകത്ത് ഞാൻ. ഇതൊന്നൊരു വെള്ളരിക്കാ പട്ടണോടെ. ചുമ്മാ ഒരു ചെറുപ്പക്കാരൻ അടി കൊടുത്തിട്ട് ലോക്കപ്പിലിടായി. എന്റെ ആശാനെ 8 അടി പൊക്കമുള്ള പോലീസുകാരൻ മുമ്പിൽ ചെന്നിട്ട് വലിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇടിച്ച് കൂമ്പ് പട്ടിക്കളയല്ലേ. അല്ലാതെ വിട്ടത് ഭാഗ്യം. ശരിയാ. ആശാനുണ്ടോ? ആശാനുണ്ടോ? ആശ ഉണ്ടെന്ന് വാ നമുക്ക് പോയി ഉണ്ണ. അതല്ല പറഞ്ഞത്. ഞാൻ ഉണ്ടില്ല, നിങ്ങൾ ഉണ്ണുന്നുമില്ല, ഇവിടെ ഇന്ന് കഞ്ഞി വെക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർ കൂടെ പുറത്ത് പോയി ഉണ്ണാം. നമ്മളെ വടംവലി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ ക്ലബിന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അയാളെ കാണിക്കാനെങ്കിലും വടം എടുത്തത് കയ്യിൽ വെച്ച് പിടിച്ചു വാദിക്കണോ? ആക്ഷൻ! ഇടത് കാല് മുന്നോട്ട് വെച്ച്, വലത് കാല് പുറകിലോട്ട് വെച്ച്, വലത് കാല് പുറകിലേക്ക് വെച്ച്, തോളിൽ തട്ടി കയറ്റി അവിടെ നിന്ന് താഴേക്ക് ഇറക്കി ഒരു വളി. ഹലോ, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്റെ 1000 നന്ദി അർപ്പിക്കുന്നു. എന്ത് കാര്യത്തിന്? ഞാൻ എങ്ങനെ കൊണ്ട് കളയുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താങ്കൾ ഒരു നിമിഷം കൊണ്ട് അത് വാരിച്ചാക്കി. അതെന്തരോ ഞാൻ വന്ന കാര്യം പറയാം. എന്റെ പേര് രമേശ്. അത് പറയാനാണോ വന്നത്? അല്ലല്ല, എന്റെ കല്യാണമായേ. അയ്യോ, കല്യാണം വിളിക്കല്ലേ. 10 വയസ്സില്ലാതെ ബുദ്ധിമുട്ട് എനിക്കൊരു കല്യാണം വിളിക്കരുത്. അതല്ല, എനിക്ക് വടംവലി പഠിക്കണമെന്ന്. എടാ, കല്യാണം വടംവലി തമ്മിൽ എന്തൊരു ബന്ധം? ബന്ധമുണ്ട് ആശാനെ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വടംവലിയാണല്ലോ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അത് ശരിയാണ്, പക്ഷെ സംഭവം അതല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു പെണ്ണ് കണ്ടായിരുന്നേ. പെണ്ണ് കണ്ട് എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളെ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ച് എല്ലാം സെറ്റായി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. എന്തോന്ന്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് കേരള വടംവലി ടീമിന്റെ സ്റ്റേറ്റ് ചാമ്പിയാ പെണ്ണല്ലേ, അപ്പൊ ചാമ്പി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് വില പിടിക്കാൻ വേണ്ടി ഞാൻ അവളോട് തട്ടിവിട്ടു. ഞാനും എന്റെ നാട്ടിലെ ക്ലബില് മറ്റേ വടംവലിയിലെ വലിയ ആശാനാണെന്ന്. അതിപ്പോ ഗുരുവായി ആണല്ലേ. അവളിപ്പോ പറയുന്നത് അവളെ ഇപ്പം വടം വലിച്ച് തോപ്പിച്ചാലേ അവളെ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. നീ എവിടെ പോയിരുന്നത്? ഞാൻ ചായ കുടിക്കാൻ പോയിരിക്കുന്നു. എന്നിട്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അങ്ങോട്ട് എങ്ങനെ പോയി ഒരു പിടുത്തവുമില്ല. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു സൈക്കിൾ കിട്ടി. എന്നിട്ടുള്ള കാര്യം ഇവിടെ ആശാൻ ആരാണ്? ആശാൻ അതാണ്. ആശാൻ അപ്പോഴേ എനിക്ക് എന്റെ ആ പെണ്ണിനെ ഒന്ന് വടം വലിച്ച് തോപ്പിക്കണം. അതിന് കുറച്ച് അടവുകളൊന്നും ആശാൻ എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു തരണം. വടംവലിയിലെ ഒരുപാട് അടവുകളുണ്ട്. ഉണ്ട്. വടംവലിയിലെ ഫസ്റ്റ് അടവെന്ന് പറയുന്നത്, ഈ വടം എന്ന് പറഞ്ഞാൽ നല്ല കനമുള്ള സാധനമാണ്. ഇത് രൊക്കം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നമ്മുടെ ഇല്ല, വലിയ വിലയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വടം വാങ്ങിക്കാനായിട്ട് ബാങ്കിൽ ഒരു ലോൺ എടുക്കും. അപ്പൊ അവര് നമുക്ക് മാസാമാസം അടയ്ക്കാനുള്ള ഒരു അടവ് പറഞ്ഞു തരും. അതാണ് വടംവലിയിലെ ഫസ്റ്റ് അടവ്. അത് പിന്നെ പോകെ
അടവ് മുടങ്ങുമല്ലോ. മുടങ്ങുമ്പോ ഈ ബാങ്കുകാർ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വരും. അപ്പൊ എന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് എന്റെ ഈ നിൽക്കുന്ന ശിക്ഷകണെങ്കിൽ അവന്മാരുടേതായ ചില അടവുകൾ പുറത്തെടുക്കും. ഞങ്ങളുടെ ആശാൻ ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ ആശ ഹൈദരാബാദ് വടം വലിക്കാൻ പോയല്ലോ. ഇത്തരം അടവുകളാണ് അവിടെ പ്രയോഗിക്കാറ്. അപ്പൊ ഈ വടംവലി നമ്മൾ എന്റെ ഉണ്ടല്ലോ, എന്റെ ഇവിടെ നിൽക്കുന്ന ഒരാള് ഈ വടത്തിന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിന്ന് വലിക്കണം. അതെന്നാ ആശാനെ അങ്ങനെ ഇരിക്കണേ? ഈ വടം അരയെ ചുറ്റുന്നില്ലേ, അതിന്റെ ഉപജ്ഞാതാവ് തന്നെ ഞാനാ. അതായത് ഒരിക്കൽ ചാലക്കുടി ബോയ്സ് ക്ലബിന്റെ വടംവലി മത്സരം. ഞാൻ ചെന്ന് ഇങ്ങനെ വടം പിടിച്ചോണ്ടിരിക്കുന്നു. ജയിക്കൂലേ ടൈറ്റ് മത്സരം. ഞാൻ വടം അങ്ങ് അരയിലങ്ങ് ചുറ്റിയതും അപ്പുറത്ത് നിന്ന് ആ പയ്യന്മാരുണ്ടല്ലോ, ഒരൊറ്റ ഞാൻ ഒരു പോക്ക് പോയി. പോണ വഴിക്ക് ചാലക്കുടി ബോയ്സ് ക്ലബ്ബ്, ആലുവ പാലം. കണ്ണുറക്കുമ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേയിൽ അരയിൽ വടവും ചുറ്റു തുണിയില്ലാതെ ഞാൻ ഇങ്ങനെ നിൽക്കണം. അതെന്തിന്? ഒന്നാമത്തത്, ദുബായിൽ നിന്ന് വന്ന ഖത്തർ എയർവേസിലെ പൈലറ്റ് എന്റെ വടം കണ്ട് പേടിച്ച് ആ പ്ലെയിന് തിരിച്ച് വീണ്ടും ദുബായിലോട്ട് വിട്ടു. ദുബായ് പോലീസ് എന്റെ പേരിൽ കേസെടുത്തു. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നഗ്നത പ്രദർശനം. മൂന്നാമത്തെ കേസ് അറിയാമോ? ഇവിടുന്ന് അങ്ങോട്ടുള്ള ടോൾ ബൂത്ത് ഞാൻ തകർത്തത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ കേസെടുത്തേക്കുന്നു. അങ്ങനെയൊക്കെ വന്നല്ലേ? പിന്നെ അല്ലാതെ. അപ്പൊ അതൊന്നും വേണ്ട എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടി അവളെ എങ്ങനെയെങ്കിലും തോപ്പിക്കാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു തന്നാ മതി. ആശാനേ, ആശാനെ അനുഗ്രഹിക്കണം. അയ്യോ, അനുഗ്രഹിച്ച് രമേശ് ചേട്ടാ, രമ്യ എന്ത് ഇവിടെ? രമ്യ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്റെ കീഴിൽ വടംവലി അഭ്യസിക്കുകയാണ്. ഇതാണ് ഞാൻ പറയുന്ന കെട്ടമ്മയുടെ പെണ്ണ്. രമേശ് ചേട്ടൻ എന്താ ഇവിടെ? കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചു ഞാൻ പറഞ്ഞു. അപ്പൊ കെട്ടമ്മയുടെ പെണ്ണിന്റെ മുമ്പ് എന്നെ ചാണകെടുത്തരുത്. അതായത് നമ്മൾ ഈ ആശാന്മാർ തമ്മിലാണല്ലോ എപ്പോഴും ബന്ധം. എന്റെ നാട്ടിൽ ഞാനാണ് ആശാൻ, ഈ നാട്ടിൽ ഇവനാണ് ആശാൻ. നമ്മൾ തമ്മിൽ ടെക്നിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറും. ആശാന്റെ ആരെന്ന് പറഞ്ഞ് എന്റെ ശിക്ഷ ഇപ്പൊ അറിഞ്ഞത് നന്നായി. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു വടംവലി മത്സരം ഉണ്ട്, തോപ്പിച്ചാലേ കെട്ടാൻ പറ്റുവാണെന്നൊക്കെ. ഞാൻ ഇത് അറിയാതെ വലിച്ചു തോപ്പിച്ചിരുന്നെങ്കിൽ ആശാന് നാണക്കേടാകത്തില്ലേ? ഞാൻ തോറ്റ് നാണിച്ചു പോയേനെ. പിന്നെ അതുകൊണ്ട് വടംവലി ക്യാൻസല്. നമ്മളെ കല്യാണം വടംവലി ഇല്ലാതെ. അയ്യോ, അത് പറ്റത്തില്ല. എന്ത്? വടംവലി വെക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഞാൻ ആശാനായിട്ടുണ്ടല്ലോ, എന്റെ സാന്നിധ്യത്തിലാവട്ടെ നിങ്ങളെ വടംവലി. നെടുമ്പാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വലിക്കാം. ഞാൻ വലിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആശാനോടൊപ്പം ഒരു ശിഷ്യ വലിക്കുമ്പോൾ അവർക്കൊരു യോഗ്യതയൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ. ആശാന്റെ ഏതെങ്കിലും ഒരു ശിഷ്യനെ വലിച്ചു തോപ്പിക്കിട്ടും. അത്രേ ഉള്ള. എന്നാ പിന്നെ ഞാൻ ചെയ്യാം. പിള്ളേരെ ഇറങ്ങണ്ട. ഇത് ചെറുത്, ഇതിന്റെ കാര്യം ഞാൻ ഏറ്റാശാനെ. എടാ മക്കളെ, ഉയരുണ്ടെങ്കിൽ ഊഞ്ഞാലാടിയെങ്കിലും ജീവിക്കാം. ഞാൻ തോപ്പിച്ചപ്പോരെ. നീ തോപ്പിച്ചാ മതി. എടുത്തോ, പിടിച്ചോ. ജയ് നല്ല ജയ്. 1 2 3. ദിവാകരണ്ണന്റെ കടയില് ബോണ്ട എണ്ണയില് ചായക്കടയിന് അവിടെ അല്ലേ, അപ്പുറത്ത് കായലാണ്. അപ്പൊ തീർന്നു. പകുതി സമാധാനം. വടംവലിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വടംവലിയിൽ ആവശ്യമുണ്ടോ? നമ്മൾ തമ്മിൽ അയ്യോ, വേണം. ഞാൻ ഇന്നലെ കൂടെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. വടംവലി മത്സരം നടത്തിയിട്ട് അതിൽ എന്റെ രമേശ് ചേട്ടൻ ജയിച്ച് എന്നെ വിവാഹം കഴിക്കുന്നത് ഞാൻ ഇന്നലെ കൂടെ സ്വപ്നം കണ്ടു. കണ്ടക്കി നടക്കണം. അതെന്നോ റെഡി, പിടിച്ചോ. അയ്യോ, ഭയങ്കര ഭക്തി. രക്ഷിക്കണ്ടേ? പിന്നെ രക്ഷിക്കും ഈ ചര. അപ്പൊ പറയട്ടാ, റെഡി 1 2 3. വടംവലി തീർന്ന്. ശിഷ്യ തോറ്റി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ,
എന്റെ അടുത്ത് മത്സരിക്കല് നീ തോക്കും അയ്യടാ ഞാൻ തോറ്റു തന്നതാ, അതാണ് ശരി. നിങ്ങൾ വടംവലി മത്സരം നടത്തുമ്പോഴേ ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ബലം കൊടുത്ത് വലിക്കണം. ഇത് വലിച്ചായിരുന്നു ഞാൻ. അയ്യടാ ഞാനായിട്ട് തോറ്റു തന്നോണ്ട് കൊള്ളാം. അതെന്ത് മനസ്സിലായില്ല? അതെന്താണെന്ന് അറിയോ? എനിക്ക് പണ്ടേ നിങ്ങളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. സത്യം. അതുകൊണ്ട് തോറ്റതാ. ഓ ഇവിടെ വാടാ. നീ എങ്ങനെയാടാ വടംവലിയിൽ അവളെ തോപ്പിച്ചത്? ചെറിയ ടെക്നിക്കേ ഉള്ളൂ. എന്തോന്നു? സ്നേഹം കൊണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഒന്ന് കാണണം. സ്നേഹം കൊണ്ട് വടം വലിക്കാനാ? അല്ല, പിന്നെ ഇനി മുതൽ നീയാണ് എന്റെ ആശാൻ. അതെ ആറ്റ്.